ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുൽഫത്താണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് 1-2 വീഡിയോസ് സർവിക്കൽ ഡിസ്ക് ബൾജിനെ കുറിച്ചും അതുപോലെ തന്നെ ആഫ്റ്റർ കെയറിനെ കുറിച്ചുമൊക്കെ എൻ്റെ അനുഭവം ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസിലൊക്കെ 1-2 കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. സർവിക്കൽ കോളറിനെ കുറിച്ച് ഒന്ന് പറയാവോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ ഈ സർജറി കഴിഞ്ഞ ടൈമിൽ ഒരു 1.5 മാസം വരെ ഞാൻ ഈ സർവിക്കൽ കോളർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ എന്തായാലും നമുക്ക് നമ്മുടെ നെക്കിന് അധികം മൂവ്മെൻറ്റോ കാര്യങ്ങളൊന്നും വരാൻ പാടില്ലല്ലോ. അത് മാത്രമല്ല നമ്മൾ അറിയാതെ പോലെ പെട്ടെന്ന് നമ്മളെ കഴുത്ത് തിരിക്കാനോ അങ്ങനെയൊന്നും പാടില്ലാത്തതുകൊണ്ടും കഴുത്തിന് നല്ല രീതിയിൽ സപ്പോർട്ട് ആവശ്യമായതുകൊണ്ടും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്തതാണ് സർവിക്കൽ കോളർ. അതൊരു ഹാർഡ് ടൈപ്പിലുള്ള സർവിക്കൽ കോളറായിരുന്നു. കണ്ടിന്യൂസ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഉറങ്ങുന്ന ടൈമിൽ മാത്രം മാറ്റി വയ്ക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ അത്യാവശ്യം ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്ട്രെയിൻ ചെയ്ത് ജോലി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സർവിക്കൽ കോളർ തന്നെ നമുക്കിപ്പോൾ പല ടൈപ്പിലുള്ള കോളേഴ്സ് ഉണ്ട് കേട്ടോ. വ്യത്യസ്തതരം പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോഫ്റ്റ് കോളർ എന്ന് പറയുമ്പോൾ നമുക്ക് സർവിക്കൽ സ്പോൺലെസ്, അതുപോലെ തന്നെ നമുക്ക് കഴുത്തിൽ നീരിറങ്ങിയിട്ടുണ്ടാകുന്ന പെയിന്, കഴുത്തിനുണ്ടാകുന്ന ഇപ്പോൾ സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന പെയിനൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സോഫ്റ്റ് ആയിട്ടുള്ള കോളേഴ്സ്. എന്നാൽ ഹാർഡ് ആയിട്ടുള്ള കോളേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്തെങ്കിലും സർജറി, സർവിക്കൽ സംബന്ധമായിട്ടുള്ള സർജറീസ്, അതുപോലെ തന്നെ ഡിസ്കിൻ്റെ ബൾജ്, ഡിസ്ക് ഇപ്പോൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, ആ ടൈമിലൊക്കെ യൂസ് ചെയ്യുന്ന ഹാർഡ് ആയിട്ടുള്ള സർവിക്കൽ കോളേഴ്സ് എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ ഈ ബെൽറ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ കോളേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്? ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? നമ്മൾ ഈ പെയിനുള്ള ടൈമിൽ നമ്മൾ ആ മസിൽസ് കാര്യങ്ങളൊക്കെ അവിടെ ഒന്നീ സ്റ്റിഫായിട്ടിരിക്കും, അല്ലെങ്കിൽ ആ ഭാഗത്ത് സ്ട്രെസ് കാരണം അത് നമുക്ക് കൂടുതൽ പെയിൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതിനൊന്ന് റിലാക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോളർ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബെൽറ്റ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ നെക്കിന്റെ കാര്യത്തിലാണെങ്കിൽ നെക്കിന്റെ ആ മസിലിന്റെ ഭാഗത്ത് ഒരു സപ്പോർട്ട് കൊടുക്കുമ്പോഴത്തേക്കും ആ മസിലൊക്കെ എന്ത് ചെയ്യും, കുറച്ച് റെസ്റ്റ് ആയിട്ട് അത് പെയിനൊക്കെ റിലീഫ് ആവാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ പ്രസവം കഴിയുന്ന ടൈമിൽ അതുകൊണ്ടാണ് നമ്മളെ മസിൽസൊക്കെ വയറിന് ചുറ്റുമുള്ള ഭാഗത്തുള്ള മസിലൊക്കെ വീക്കായിരിക്കും, അത് ലൂസൊക്കെ ആയിട്ടിരിക്കും. അപ്പോൾ ഈ ബെൽറ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ആ ഭാഗത്ത് നമുക്ക് സപ്പോർട്ട് കിട്ടും കൂടുതലായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ബെൽറ്റ് യൂസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇല്ല. ദീർഘകാലം യൂസ് ചെയ്യുന്നത് നല്ലതല്ല. നമ്മളെ മസിലിനെ നമ്മൾ സ്ട്രെങ്ത് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ മസിൽ എന്ത് ചെയ്യും, മടി പിടിച്ച് അത് അതിൻ്റെ ജോലി ചെയ്യാതെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ടാവും. അപ്പോൾ മസിൽ നമ്മൾ സ്ട്രെങ്ത് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് കാര്യങ്ങൾ ചെയ്യണം. ദീർഘകാലം ബെൽറ്റോ അതുപോലെ തന്നെ കോളറോ യൂസ് ചെയ്യുന്നത് നല്ലതല്ല. അപ്പോൾ ഇത് ഏതൊക്കെ കണ്ടീഷനാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളിപ്പോൾ ഡോക്ടറിനെ കാണിക്കുകയാണെങ്കിൽ ഡോക്ടർ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല പെയിനുള്ള ടൈമിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് പെയിനൊക്കെ ഒന്ന് റിലീഫ് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ലോങ് ഡ്രൈവ് ഒക്കെ പോവാണ്, ലോങ് ആയിട്ടുള്ള ഒരു യാത്രയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ ആ സമയത്തൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പം നെക്കിനൊന്നും അധികം മൂവ്മെന്റ്സോ കാര്യങ്ങളൊന്നും വരില്ല. അപ്പം പെയിൻ ഇങ്ങനെ ഉണ്ടാവുന്നവരാണെങ്കിൽ, ചിലർക്ക് ഒരുപാട് നേരം യാത്രയൊക്കെ ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടാവുന്നവരുണ്ടല്ലോ. അപ്പം നെക്കിനാണെങ്കിലും അതുപോലെ തന്നെ നടുവിനൊക്കെ ബാക്ക് പെയിനൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ബെൽറ്റ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ നേരം നിന്ന് എന്തെങ്കിലും പണി ചെയ്യേണ്ട ആ ഒരു പതിവിലും കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വരുന്ന ഒരു ടൈം ഉണ്ടാവുമല്ലോ. ആ സമയത്തൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം നമുക്ക് കൂടുതൽ പെയിനോ കാര്യങ്ങളോ വരാതെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് നമ്മളത്തെ കൊണ്ടുപോകാം. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കറിയാമല്ലോ, നമ്മളെ ദിനചര്യയിൽ നിന്ന് എക്സ്ട്രാ എന്തെങ്കിലും കൂടുതലായിട്ട് ചെയ്യുന്ന ടൈമിലായിരിക്കുമല്ലോ ഒന്നീ പെയിന് വരിക, ബാക്ക് പെയിനോ നെക്ക് പെയിനോ ഒക്കെ വരിക. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഡെയിലി ഒരു 2 മണിക്കൂർ നമുക്കിത് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ഇത് യൂസ് ചെയ്യാം. അതുപോലെ കിടക്കുന്ന ടൈമിൽ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അഥവാ യൂസ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ കിടക്കുമ്പോഴത്തേക്കും നിവർന്ന് കിടന്ന് കോളർ ഇട്ടിട്ട് കിടക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. സപ്പോർട്ടായിട്ട് ഒരു തലയണയൊക്കെ തലയിൽ വെച്ചിട്ട് വേണം, സപ്പോർട്ടായിട്ട് ചരിഞ്ഞ് വേണം കിടക്കാൻ. അല്ലാതെ നിവർന്ന് കോളർ വെച്ചിട്ട് കിടക്കുന്നത് നല്ലതല്ല. പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ലോങ് പീരീഡ് യൂസ് ചെയ്യുന്നത് നല്ലതല്ല എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ലോങ് ടൈം യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ കുറേ എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മളെ മസിൽ സ്ട്രെങ്ത് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇത് അതിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് അധികം പെയിനോ കാര്യങ്ങളൊന്നും വരാതെ നോക്കാൻ പറ്റും. പിന്നെ നമുക്ക് പതിവിലുപരിയായിട്ട് എന്തെങ്കിലും നമ്മൾ കൂടുതലായിട്ട് ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ ടൈമിൽ ഇത് യൂസ് ചെയ്യുക. കോളേഴ്സ് ആണെങ്കിൽ കോളേഴ്സ്, ബെൽറ്റ് ആണെങ്കിൽ ബെൽറ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മളെ പെയിനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനോ അറിയാനോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരാൻ വേണ്ടി ശ്രമിക്കാം. അതുവരെ ടാറ്റാ ബൈ ബൈ.